അന്ന് വരെ എൻ്റെ പേര് കമൽ എന്നുള്ളതാണ്. ആർക്കും അറിയില്ല ഞാൻ കമാലുദ്ദീനാണ്. പല ആൾക്കാർക്കും ഞാൻ മുസ്ലിമാണെന്ന് പോലും അറിയില്ലായിരുന്നു. ദേശീയ ഗാനത്തിൻ്റെ വിവാദം വന്നത് ആ സമയത്താണ് സംഘപരിവാറുകാർ ആണ് എൻ്റെ പേര് കമാലുദ്ദീൻ എന്നാണെന്ന് കണ്ടെത്തുകയും അത് വലിയൊരു സംഭവമാക്കിയിട്ട് അവരെടുത്തു. ആ സമയത്ത് എന്തെങ്കിലും റിഗ്രറ്റ് തോന്നുന്നു? കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ജനാധിപത്യത്തിനും മതേതരത്തിനും വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ചെയ്യേണ്ടതല്ലേ എന്നുള്ള ഒരു ടെൻഷൻ എനിക്ക് എപ്പോഴും ഉണ്ട്. പക്ഷേ നമുക്കതിനെ സമീപിക്കാനായിട്ട് ഭയം തോന്നുന്ന ഒരു അവസ്ഥ എന്നെപ്പോലുള്ള സംവിധായകർക്കുണ്ടെന്നുള്ളതാണ് സത്യം. എന്നോട് പാകിസ്ഥാനിൽ പോകാൻ പറഞ്ഞു. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടതെന്ന് വെച്ചാൽ ഈ പാകിസ്ഥാനിന് ഉറുദു അറിയില്ല, ഒന്നും അറിയില്ല, നമ്മൾ അറിയാത്തൊരു രാജ്യത്ത് നമ്മൾ പോകേണ്ട കാര്യമില്ല എന്നുള്ള തമാശയായിട്ട് ഞാൻ അതിനെടുത്തിട്ടുള്ളൂ. പ്രേക്ഷകന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന റിവ്യൂസ് എന്ന് അവർ അവകാശപ്പെടുകയും ഇല്ല, ഞങ്ങളുടെ സിനിമയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് റിവ്യൂസ് വരുന്നത്. ഇപ്പം എൻ്റെ ഒരു സിനിമയെ നിങ്ങൾക്ക് വിമർശിക്കാം, എൻ്റെ സിനിമ മോശമാണെന്ന് നിങ്ങൾക്ക് പറയാനുള്ള എല്ലാ അവകാശമുണ്ട്. അതിന് മുമ്പുള്ള സിനിമ നല്ലതാണ്, ഈ സിനിമ മോശമായെന്ന് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഇവർ ഉടനെ തന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വേറെ സിനിമയായിട്ട് കമ്പയർ ചെയ്യും. അതേ സംവിധായകൻ്റെ ആവണമെന്നില്ല, അതല്ലെങ്കിൽ ഇതേ സംവിധായകൻ്റെ അല്ലെങ്കിൽ ഇതേ ആക്ടറുടെ പഴയ സിനിമയായിട്ട് കമ്പയർ ചെയ്യും. അങ്ങനെ എന്തിനാ കമ്പയർ ചെയ്യും? ഇൻഡോറൊക്കെ ആണെങ്കിൽ നൈറ്റിലൊക്കെ ഉള്ള സീൻസ് ആണെങ്കിൽ പലപ്പോഴും പ്രേതങ്ങൾ അങ്ങനെയുള്ള വരും. അപ്പം നമുക്ക് ലൈറ്റൊക്കെ കട്ട് ചെയ്ത് നമുക്ക് നിഴലില്ലാണ്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഞങ്ങളിത് ക്യാമറാമാൻ ഇങ്ങനെ പറയണ്ടായിരുന്നു, നിഴലിങ്ങനെ കാണുന്നുണ്ട്, ഞങ്ങൾ വിട്ടേക്കുക. പിന്നെ പടം ഇറങ്ങി കഴിഞ്ഞപ്പോൾ അതൊരു വിമർശനമായിട്ട് വന്നു. വിമർശനം സഹിക്കുകയുണ്ടായപ്പോൾ ഞാൻ എന്നോട് പലരും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പ്രേതത്തിന് നിഴലുണ്ട്. നിങ്ങളാരെങ്കിലും പ്രേതത്തിനെ കണ്ടിട്ടുണ്ടോ? ആരും കണ്ടില്ലല്ലോ. ഞങ്ങളുടെ പ്രേതത്തിന് നിഴലുണ്ട് എന്ന് പറഞ്ഞ് തടി തപ്പി, അല്ലാണ്ട് വേറെ വഴിയില്ല. ഇപ്പോഴും പുതിയ തലമുറയൊക്കെ ജോൺസന്റെ പാട്ടുകളെ കുറിച്ച് ഒരുപാട് സംസാരിക്കും. ചില ആൾക്കാരുടെ നഷ്ടമാണ് നമ്മളെ അവരുടെ വില നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ പോലും ജോൺസൺ മാഷ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട്. പക്ഷേ വിദ്യാസാഗറിനെയും ഔസേപ്പച്ചനെയൊക്കെ ഉപയോഗിച്ച പോലെ ഞാൻ ജോൺസനെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കാലത്ത് എന്താണ് നമുക്ക് പറയേണ്ടത് കഥകളെന്ന് നമുക്കറിയില്ല. പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്ന സമയത്ത്, അതായത് ഇല്ലെങ്കിൽ എന്തെങ്കിലും പൊളിറ്റിക്കൽ ഇഷ്യൂസിൽ അഭിപ്രായം പറയുന്ന സമയത്തൊക്കെ സാറ് കമൽ മാറി കമാലുദ്ദീനാവും. ആ സമയത്തൊക്കെ സാറ് വളരെ കൃത്യമായിട്ട് പ്രതികരിക്കാറുണ്ട്. പക്ഷെ മനസ്സിനകത്ത് എവിടെയെങ്കിലും ഒരു അതിനോട് എങ്ങനെയാണ് അതൊരു സങ്കടം ഉണ്ടാക്കുക? അതേ വെറും ചവറായിട്ട് മാത്രമേ അതിനെ കാണുന്നുള്ളൂ? അല്ല, കമാലുദ്ദീൻ എന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് യാതൊരു വിഷമമൊന്നുമില്ല. കാരണം എൻ്റെ പേരാണല്ലോ. കാരണം എൻ്റെ കുട്ടിക്കാലത്തും എൻ്റെ സ്കൂളിലൊക്കെ അങ്ങനെയല്ലേ പറഞ്ഞിരുന്നത്. പക്ഷെ എന്നെ എന്താ പറയുക, എൻ്റെ കോളേജല്ല സ്കൂൾ കാലഘട്ടം മുതൽ വീട്ടിലെല്ലാവരും വിളിച്ചിരുന്നത് കമൽ എന്നാണ്. വീട്ടിൽ മാത്രമല്ല ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ കമൽ എന്ന് വിളിക്കുമായിരുന്നു. എൻ്റെ അമ്മാവൻ, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ അമ്മാവനാണ് സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോൾ കമാലുദ്ദീൻ വേണ്ട കമൽ. അദ്ദേഹം വളരെ സെക്യുലർ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ മുസ്ലിം ഐഡൻറ്റിറ്റി ഉള്ളൊരു പേര് വേണ്ട എന്ന് അദ്ദേഹം കൂടിയാണ് നിർദ്ദേശിച്ചത്. അതിന് കാരണം കൂടി ഉണ്ട്. ഇപ്പോൾ കുഞ്ഞാലു ബഹദൂർ ഉണ്ടല്ലോ, ബഹദൂർ എൻ്റെ ബന്ധുവാണ്. അപ്പോൾ അദ്ദേഹം സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോൾ തെക്കുറിശിയാണ് അദ്ദേഹത്തിൻ്റെ ബഹദൂർ എന്നുള്ള പേര് ഇടുന്നത്, കുഞ്ഞാലു വേണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ അങ്ങനെയുള്ള ചിലപ്പോൾ സ്വാധീനമായിരിക്കാം. എൻ്റെ അമ്മാവൻ പറഞ്ഞ് എടാ കമൽ എന്ന് മതി എന്ന് പറഞ്ഞിട്ടാണ് കമൽ എന്നുള്ള പേരിടുന്നത്. അന്ന് വരെ എൻ്റെ പേര് കമൽ എന്നുള്ളതാണ്. ആർക്കും അറിയില്ല ഞാൻ കമാലുദ്ദീനാണ്. പല ആൾക്കാർക്കും ഞാൻ മുസ്ലിമാണെന്ന് പോലും അറിയില്ലായിരുന്നു. ഞാൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരിക്കുന്ന സമയത്താണ് ഈ ദേശീയ ഗാനത്തിൻ്റെ വിവാദം വന്നല്ലോ. ആ സമയത്താണ് ഈ എന്താ പറയുക ഇവിടുത്തെ സംഘപരിവാറുകാർ ആണ് എൻ്റെ പേര് കമാലുദ്ദീൻ എന്നാണെന്ന് കണ്ടെത്തുകയും അത് വലിയൊരു സംഭവമാക്കിയിട്ട് അവരെടുത്തു. ആ സമയത്തൊക്കെ വിക്കിപീഡിയയിൽ അങ്ങനെ തന്നെ കിടപ്പില്ലേ സാറിന്റെ ഫുൾ നെയിം? ഇല്ല, അതിനുശേഷമാണ്, അതിനു മുമ്പില്ല. ഈ ഇൻസിഡൻറ്റിന് ശേഷമാണ് ഇതിലൊക്കെ കമാലുദ്ദീൻ എന്നുള്ള പേര് കൂടി ചേർത്തിട്ട് വിക്കിപീഡിയയിലൊക്കെ വന്നത്. അതിനു മുമ്പില്ല, കമൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ വിക്കിപീഡിയൊക്കെ അപ്പോഴേക്കാണല്ലോ വളരെ പോപ്പുലർ ആകുന്നത്. അതിനു മുമ്പില്ലല്ലോ, സോഷ്യൽ മീഡിയ ഒന്നും അതിനു മുമ്പില്ലല്ലോ. അപ്പോൾ ആദ്യം മുതൽ അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, അപ്പോൾ ഈ സംഘപരിവാറുകാർ അവരുടെ ഈ എന്താ പറയുക ഹെയ്റ്റിൻ്റെ രാഷ്ട്രീയം ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് അത് ഉപയോഗിച്ച് എന്നോട് പാകിസ്ഥാനിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടതെന്ന് വെച്ചാൽ ഈ പാകിസ്ഥാനിൽ നമ്മൾ എന്താ ഉറുദു അറിയില്ല, ഒന്നും അറിയില്ല, നമ്മൾ അറിയാത്തൊരു രാജ്യത്ത് നമ്മൾ പോകേണ്ട കാര്യമില്ല എന്നുള്ള തമാശയായിട്ട് ഞാൻ അതിനെടുത്തിട്ടുള്ളൂ. ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു, ഞാൻ ജനിച്ചു വളർന്ന കേരളം വിട്ടിട്ട് ഞാൻ എന്തിനാണ് പാകിസ്ഥാനിൽ പോണത് എന്ന് പറഞ്ഞ് അതിന് തമാശയാക്കുന്നത്. പിന്നീട് അത് അടൂർ ഗോപാലകൃഷ്ണനോട് അവർ പറഞ്ഞു, MTയോടും പറഞ്ഞു, ഇങ്ങനെ പലരോടും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അവരോടൊക്കെ പറയേണ്ടത്. പിന്നെ എനിക്ക് അങ്ങനെ ഞാനിതിനെ കണ്ടിട്ടുള്ളൂ, അല്ലാണ്ട് ഞാനിതിനൊട്ടും സീരിയസ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല ആദ്യകാലത്തൊക്കെ. പക്ഷെ അത് പൊളിറ്റിക്കലി അവർ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്വം. പ്രത്യേകിച്ച് ഞാൻ അക്കാദമി ചെയർമാനായിരിക്കുന്നു. അത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ സർക്കാർ നമുക്ക് തരുന്നൊരു പോസ്റ്റാണല്ലോ. അപ്പോൾ സർക്കാരിൻ്റെ രാഷ്ട്രീയം, ഇടതുപക്ഷ രാഷ്ട്രീയം, എന്നെ സംബന്ധിച്ചോളം ഞാനും പണ്ട് മുതലേ ഇടതുപക്ഷ രാഷ്ട്രീയം മനസ്സിലുള്ള ഒരാളാണ്. സ്വാഭാവികമായിട്ടും ഇതിനെ ചെറുക്കുക എന്നുള്ളത് എൻ്റെയും കൂടി ബാധ്യതയാണ്. അപ്പോൾ അങ്ങനെ പല ഘട്ടങ്ങളിലും നമ്മൾ അതിനുവേണ്ടി ചെറുക്കാൻ വേണ്ടിയിട്ട് സംസാരിച്ച്. പിന്നെ നമ്മൾ കാണുന്നതാണല്ലോ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എങ്ങനെയാണ് എന്താണെന്നുള്ളത്. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇടതുപക്ഷ മനസ്സുള്ള ഒരാൾ, ഒരു പുരോഗമന ചിന്താഗതി മതേതര മനസ്സുള്ള ഒരാൾക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാനേ പാടുള്ളൂ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു കലാകാരൻ അങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ. അതിപ്പോൾ നമ്മൾ സിനിമയിൽ തന്നെ കാണുന്നുണ്ടല്ലോ, പലരും അങ്ങനെ അല്ലല്ലോ, അതിനെ വളരെ സങ്കുചിതമായിട്ട് കാണുന്നു.
അതല്ലെങ്കിൽ പെരിഫറലായിട്ട് കാണുന്നു. അതാണ് എനിക്ക് തോന്നുന്നത്. ഞാനവരെ കുറ്റം പറയില്ല. അതിൻ്റെ ഡെപ്തിലേക്ക് പോയിട്ട് എന്താണ് ഇന്ത്യൻ റിയാലിറ്റി എന്ന് തിരിച്ചറിയുന്നില്ല. പലരും തിരിച്ചറിയാണ്ടാണ് സംസാരിക്കുന്നതും ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമയിലേക്ക് മടങ്ങി വന്നാൽ ഇപ്പോൾ റിവ്യൂവേഴ്സിൻ്റെ റിവ്യൂസിനെ കുറിച്ചുള്ള അഭിപ്രായം പലപ്പോഴും സംവിധായകർക്ക് പ്രൊഡ്യൂസേഴ്സിനുമൊക്കെ മറിച്ചായിരിക്കും. പ്രേക്ഷകൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന റിവ്യൂവേഴ്സ് എന്ന് അവർ അവകാശപ്പെടുകയും ഇല്ല, ഞങ്ങളുടെ സിനിമയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് റിവ്യൂവേഴ്സ് വരുന്നത്. അപ്പോൾ സാറിൻ്റെ സിനിമയെ പറ്റിയിട്ട് അഭിപ്രായം പറയുമ്പോൾ സാറിന് എന്താണ് അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം അന്ന് ഉണ്ടായത്? ഇപ്പോൾ വിവേകാനന്ദന് വൈറലാണ്. അല്ല, സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ റിവ്യൂ ചെയ്യുന്നതിന് തെറ്റാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിൽ ഒരു പൗരന് അവന് അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. സിനിമയെക്കുറിച്ചും കണ്ടിട്ട് സിനിമ മോശമാണെന്ന് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ നിഷേധിക്കുന്നുമില്ല. പക്ഷേ നമുക്കൊക്കെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു സിനിമയെ വിമർശിച്ചോട്ടെ, ആ സിനിമ ചെയ്തത് മോശമാണെന്ന് പറഞ്ഞോട്ടെ. അത് പറയുമ്പോഴും ഒരു വ്യക്തിഹത്യ എന്നുള്ള രീതിയിൽ അയാൾ അങ്ങനെയല്ല, അയാൾ ഇതിന് ഒന്നിനും കൊള്ളാത്തവനാണ് എന്നൊരു സംവിധായകനെ കുറിച്ചും ഒരു അഭിനേതാവിനെ കുറിച്ചും അല്ലെങ്കിൽ അതിൽ പ്രവർത്തിച്ചതിനെ കുറിച്ച് പറയാനായിട്ട് ഇവർക്ക് യാതൊരു റൈറ്റ്സും ഇല്ല. അതാണ് ആ സിനിമയിൽ സിനിമ ചെയ്തത് ശരിയായില്ല, ആ സിനിമ ചെയ്യാനായിട്ട് ഇയാൾ യോഗ്യനല്ല എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാണ്ട് ഈ സിനിമ എന്ന് പറയുന്ന പരിപാടിക്ക് ഇയാൾ യോഗ്യനല്ല എന്ന് പറയാനുള്ള യാതൊരു റൈറ്റ്സും അവർക്കില്ല. ഇവിടെയാണ് ഇതിൻ്റെ ഒരു ഇത് കിടക്കുന്നത്, കോണ്ടസ്റ്റ് കിടക്കുന്നത്. ഇത് പലരും മനസ്സിലാക്കുന്നില്ല, അവരും മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്കൊരു സിനിമയെ വിമർശിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വ്യക്തി ഹത്യയായി മാറുന്നതും ഓരോരുത്തർക്ക് വ്യക്തിപരമായിട്ട് ഹർട്ട് ചെയ്യപ്പെടുന്നു. സ്വാഭാവികമല്ലേ? ഇപ്പം എൻ്റെ ഒരു സിനിമയെ നിങ്ങൾക്ക് വിമർശിക്കാം, എൻ്റെ സിനിമ മോശമാണെന്ന് നിങ്ങൾക്ക് പറയാനുള്ള എല്ലാ അവകാശമുണ്ട്. അതിനു മുമ്പുള്ള സിനിമ നല്ലതാണ്, ഈ സിനിമ മോശമായെന്ന് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ഒരു സിനിമ വേറെ സിനിമയോട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല, അത് ശരിയല്ലല്ലോ. ഇവർ ഉടനെ തന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വേറെ സിനിമയായിട്ട് കമ്പയർ ചെയ്യും. അതേ സംവിധായകൻ്റെ ആവണമെന്നില്ല, അതല്ലെങ്കിൽ ഇതേ സംവിധായകൻ്റെ അല്ലെങ്കിൽ ഇതേ ആക്ടറുടെ പഴയ സിനിമയായിട്ട് കമ്പയർ ചെയ്യും. അങ്ങനെ എന്തിനാ കമ്പയർ ചെയ്യണം? അത് ആ സിനിമയാണല്ലോ, അത് ആ സിനിമയെ ആ രീതിയിൽ കാണാം. നല്ലതായിരിക്കാം, ചീത്തയായിരിക്കും. ഈ സിനിമയിൽ വന്നിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും നിങ്ങൾക്ക് പറയാം. അതാണ് പറയുന്നത്, ഒരാളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റേയാളുടെ മൂക്കിൻ്റെ തുമ്പ് വരെ ഉള്ളൂ. ഇതവർ തിരിച്ചറിയുന്നില്ല. നിങ്ങൾ മൂക്കിൻ്റെ തുമ്പത്ത് വരെയുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം, അത് കഴിഞ്ഞ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രശ്നമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വാക്കുകൊണ്ടാണെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായി? വാക്കുകൊണ്ട് ഒരു വ്യക്തിയെ ഹർട്ട് ചെയ്യണത് വളരെ ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ്. പിന്നെ എനിക്കിതിനോട് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി കൂടിയാണല്ലോ ഇത് ചെയ്യുന്നത്, നമുക്കറിയാലോ. അല്ലാതെ ഇവർ എന്താ പറയുക, റിവ്യൂ ചെയ്തിട്ട് മലയാള സിനിമയെ നന്നാക്കി കളയാമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ ഒരു റിവ്യൂ ചെയ്യുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് യാതൊരു വിരോധം. ഇതിലൊരു ഒരു നയ പൈസ പോലും പണം പറ്റാതെ യൂട്യൂബിൽ ഞാൻ റിവ്യൂ ചെയ്യുന്നു, പക്ഷേ ഞാനതിന് പണം പറ്റില്ല എന്നൊരാൾ, ഒരു റിവ്യൂവർ തീരുമാനം എടുത്തിട്ട് റിവ്യൂ ചെയ്യണമെങ്കിൽ അയാൾ പറയുന്ന എല്ലാ വാക്കുകളും അംഗീകരിക്കാനും നമ്മളും തയ്യാറാണ്. വിമർശിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എം കൃഷ്ണൻ നായർ പണ്ട് സാഹിത്യവാരഫലം ചെയ്യുന്നു. ഇതുപോലെ തന്നെ ചെരുപ്പൂരി അടിക്കണം സാഹിത്യകാരൻ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും, അദ്ദേഹം എഴുതുന്നതിന് അദ്ദേഹം പ്രതിഫലം വാങ്ങുന്നുണ്ട്, പക്ഷേ അത് നല്ല എഴുതിയാലും ചീത്ത എഴുതിയാലും ഒരേ പ്രതിഫലമാണ്, ഇല്ലേ? അല്ലാതെ ഇതിന് വ്യൂവേഴ്സിൻ്റെ എണ്ണത്തിനനുസരിച്ച് പ്രതിഫലം കൂടുന്നില്ല എന്നുള്ളൊരു സംഭവം കൂടിയുണ്ട്. അതുപോലെ അവർക്ക് പറയാം. അതാണ് പറഞ്ഞത്, ആ സിനിമയെക്കുറിച്ചാണ്, ആ ബുക്കിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ആ ലേഖനത്തെക്കുറിച്ചാണ് എം കൃഷ്ണൻ നായർ മോശം പറയുന്നത്. അല്ലാതെ എഴുത്തുകാരൻ മൊത്തം ഈ പരിപാടി നിർത്തി പോകണമെന്ന് അദ്ദേഹം പറയാറില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെയുള്ളൂ ഇതിൻ്റെ അകത്തുനിന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ എത്തിക്സ് എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ബാധകമാണ്. അതുകൊണ്ടാണ് സിനിമാക്കാർ ഇതിനോട് വേറെ രീതിയിൽ പ്രതികരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പാട്ടുകളെക്കുറിച്ച് പറയുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത പാട്ടുകളുണ്ട്, ഒരുപാടുണ്ട്. വിദ്യാസാഗർ നമുക്ക് ഏറ്റവും നല്ല പാട്ടുകൾ ഒരുപാട് തന്നിട്ടുണ്ട്. അതിൽ പി ജയചന്ദ്രൻ പാടിയിട്ടുള്ള ഗ്രാമഫോണിലെ എൻ്റെ ഇന്നും വന്നില്ല, അതിനകത്ത് ഇപ്പോൾ തമാശയ്ക്ക് പോലും അതിനകത്ത് ലങ്കി മറിയുന്നോളെ എന്ന് ചോദിച്ചിട്ടുണ്ട്. മധുവർണ്ണ പൂവല്ലേ, നറുനീല പൂമോളല്ലേ, മധുര 17 ലങ്കി മറിയുന്നോളെ എന്ന് പറയുമ്പോൾ എല്ലാവരും അർത്ഥം തേടി നടന്നു. ഈ ലങ്കി മറിയുന്നോളെ എന്താണെന്നുള്ളത് തിളക്കമുള്ള പെണ്ണെന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചതാണെന്ന് തോന്നുന്നു. ശരിക്കും ഗിരീശേട്ടൻ അല്ല പാട്ട് എഴുതിയതല്ലേ സാർ? അല്ല, പാട്ട് എഴുതിയ ഗിരീഷാണ്. എന്തൊന്നും വന്നില്ല എന്നുള്ള അതിൽ ആ ലങ്കി മറിയുന്നോളെ എന്നുള്ള ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് എരഞ്ഞോളി മ്യൂസ എന്ന് പറഞ്ഞിട്ട് ഒരു മാപ്പിളപ്പാട്ട് സിംഗറുണ്ട്. അദ്ദേഹം അതിമനോഹരമായിട്ട് പാട്ട് പാടും. മലബാറിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സിംഗറാണ്. അദ്ദേഹം ആ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ക്ലാരനെറ്റ് വായിക്കുന്ന ക്യാരക്ടറുണ്ട് ആ പടത്തിൽ. ക്ലാരനെറ്റ് വായിക്കുന്നത് അത് ഇദ്ദേഹം കൊണ്ട് അഭിനയിച്ചത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മാപ്പിളപ്പാട്ടുകളൊക്കെ പലയിടത്ത് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര ഒരു ഫീച്ചേഴ്സാണ്, പുള്ളിയുടെ ഫേസൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ മൂസാഖാനെ നേരിട്ട് വിളിച്ച് മൂസാഖ അഭിനയിക്കാം. അപ്പോൾ അഭിനയിക്കാനൊന്നും പുള്ളിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞു, മൂസാഖ ഇങ്ങനെ ഒരു സിനിമയാണ്, വരണം എന്ന് പറഞ്ഞിട്ട് അഭിനയിക്കാൻ വേണ്ടി വന്നതാണ് മൂസാഖ. അപ്പോൾ അതിൽ അഭിനയിക്കാനുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഈ പാട്ട് റെക്കോർഡ് ചെയ്യണമല്ലോ. അപ്പോൾ മൂസാഖക്ക് പാടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്നോട് പറഞ്ഞ് എനിക്കൊരു പാട്ട് പാടിയാൽ തിരക്കേടില്ല എന്ന് ആഗ്രഹമുണ്ട്, അതിൽ 4 വരി പാടിയാലും മതി, വിദ്യാസാഗറാണ് മ്യൂസിക് എന്ന് പറഞ്ഞു. അയ്യോ അദ്ദേഹമൊക്കെ വലിയ മനുഷ്യനല്ലേ, നമ്മളെ കൊണ്ടൊക്കെ പാടിക്കുമെന്നൊക്കെ ചോദിച്ചാൽ അത്രയും നല്ലൊരു മനുഷ്യനാണ് ഈ എരഞ്ഞോളി മൂസ. അങ്ങനെ ചെന്നൈയിൽ വരാൻ പറഞ്ഞ് ഞാൻ ചെന്നൈയിൽ മൂസാഖാനെ വരുത്തി
വിദ്യാസാഗറിനെ പരിചയപ്പെടുത്തി. വിദ്യാസാഗറിൻ്റെ മുമ്പിൽ പുള്ളി കുറേ മാപ്പിളപ്പാട്ടൊക്കെ പാടി. അപ്പം മാപ്പിളപ്പാട്ട് പാടിയ കൂട്ടത്തിൽ പാടിയ പാട്ടാണിത്. അല്ലെങ്കിൽ പറയുന്നുള്ള ആ 4 വരി അദ്ദേഹത്തിൻ്റെ മാപ്പിളപ്പാട്ടാണ്. അദ്ദേഹം സ്റ്റേജുകളിൽ പാടിയിട്ടുള്ള സാധനം. ഇത് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാമെന്ന് വിദ്യാസാഗർ പറഞ്ഞു. അങ്ങനെ എടുത്ത് അങ്ങനെ ഗിരീഷിനോട് പറഞ്ഞു. ഗിരീഷിനും അറിയാം, ഗിരീഷ് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ആ ലിറിക്കിൽ അത് ഉൾപ്പെടുത്തിയത്. അത് അദ്ദേഹം തന്നെയാണ് പാടിയത്. ആ സിനിമയിലും അദ്ദേഹം തന്നെ പാടി അഭിനയിക്കുന്നുണ്ട് പോർഷനിൽ. അപ്പം ഞാനും വിദ്യാസാഗറിനോട് എപ്പോഴും സംസാരിക്കുമ്പോൾ ഈ ഹിന്ദുസ്ഥാനി പാട്ടുകളെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. പ്രത്യേകിച്ച് വിദ്യാസാഗറിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതാണ്. ഞങ്ങൾ അഴകിയരാവണ സമയത്ത് തന്നെ നമുക്കതറിയാവുന്നതാണ്. വിദ്യാസാഗർ ആദ്യം വന്ന് സംസാരിക്കുമ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യം വെച്ചാൽ ബാബുരാജിൻ്റെ ഒരുപാട് പടങ്ങളിൽ പാട്ടുകളിൽ വിദ്യാസാഗറിൻ്റെ ഫാദർ ഓർക്കസ്ട്ര വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുമായിരുന്നു. സന്തൂറൊക്കെ വായിക്കുന്ന ഒരാളായിരുന്നു വിദ്യാസാഗറിൻ്റെ ഫാദർ ഇത് വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ബാബുരാജെ കേട്ട് ഭയങ്കര അടുപ്പമാണ്. നോർത്ത് ഇന്ത്യൻ ഈ കച്ചേരികളിലൊക്കെ വായിക്കാനൊക്കെ പോയിട്ടുണ്ട് വിദ്യാസാഗറിൻ്റെ ഫാദർ. അപ്പോൾ ചെറുപ്പം മുതലേ ഇത് കേട്ട് പരിചയമുണ്ട്. നോർത്ത് ഇന്ത്യൻ സംഗീതം കർണാട്ടിക് മ്യൂസിക്കിനോടൊപ്പം തന്നെ വിദ്യാസാഗറിന് കേട്ട് നല്ല പരിചയമുള്ളതുകൊണ്ടാണ് വിദ്യാസാഗറിന് ഞാൻ ഈ സിറ്റുവേഷൻ പറഞ്ഞ ഉടനെ തന്നെ അത് സ്ട്രൈക്ക് ചെയ്തു. ഇങ്ങനെ ഒരു ഖവാലി മൂഡിൽ പിടിക്കാം, അതിലേക്ക് ഗസലും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് ആ പാട്ട് വന്നത്. എന്നാലോ അതിൻ്റെ ഭാവം ഒട്ടും ചോർന്നു പോകാത്ത ഒരു മലയാളിത്തമുള്ള വരികളൊക്കെ കൂടി വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സൗന്ദര്യം. അത് ഇടയ്ക്കിടയ്ക്ക് അത് നിർത്തിയിട്ട് പാടുമ്പോൾ എൻ ഹൃദയത്തിൻ എന്നൊക്കെ തുടങ്ങുമ്പോണ്ടല്ലോ നമ്മളങ്ങ് ഉള്ളിലായി പോകും. വിദ്യാസാഗറിനെ കുറിച്ച് പറയുമ്പോൾ പുള്ളിയുടെ മഴപ്പാട്ടുകൾ പാഷാഢം പാടുമ്പോഴൊക്കെ മഴപ്പാട്ടുകൾ ശ്രദ്ധേയമാണ്. സാറിന് കിട്ടിയിട്ടുണ്ട് പാട്ട് പ്രണയമണി തൂവൽ കുഴിയും പവിഴമഴ എന്ന് പറയുന്ന പാട്ട്. മഴപ്പാട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാട്ടാണ്. ആ മഴപ്പാട്ട് അങ്ങനെ തന്നെ മഴപ്പാട്ടായിട്ട് വേണം. മഴയത്തിൽ ഈ നായിക ഇങ്ങനെയാണ് കുളിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു സാറിനോട്. അല്ല, അങ്ങനെയായിരുന്നു അത്. പാട്ട് വന്ന അങ്ങനെയല്ല. അത് സിനിമയുടെ അകത്ത് സിനിമ ചിത്രീകരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അതിനകത്തൊരു പാട്ട് വേണം എന്നുള്ള രീതിയിലാണ് നമ്മളതിൻ്റെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പെർട്ടിക്കുലറായിട്ടൊന്നും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏത് തരം പാട്ട് പിടിക്കണം, അപ്പോൾ കുറച്ച് മോഡേൺ ആയിട്ടുള്ള പാട്ടാവാമെന്ന് വിദ്യാസാഗർ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ പലതും ഇങ്ങനെ ആലോചിച്ചപ്പോൾ വിദ്യാസാഗർ കൈതപ്പുറമുണ്ട്. അപ്പോൾ 1-2 ട്യൂണിട്ടപ്പോൾ വിദ്യാസാഗറിൻ്റെ ഒരു തൃപ്തിയായില്ല. പുള്ളി പറഞ്ഞ് എനിക്ക് എന്തെങ്കിലും ഒരു വാക്ക് ഒരേ വേർഡിൽ അവസാനിക്കുന്ന, പ്രത്യേകിച്ച് തമിഴിലൊക്കെ അന്നൊരു ട്രെൻഡ് അങ്ങനെ ആയിട്ടുണ്ട്, ചിന്ന ആശയം എന്നുള്ളതിൽ ആശ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അവസാനിക്കുന്നൊരു വാക്കിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സൗകര്യം ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 1-2 വാക്കുകൾ പറഞ്ഞ് കൈതപ്പുറം പറഞ്ഞ് നിലാവ് അങ്ങനെയൊക്കെ പലതും പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഞാനാണ് പറയുന്നത് കൈതപ്പുറത്തിന് നമുക്ക് മഴ പിടിച്ചാലോ, മഴയാകുമ്പോൾ പല രീതിയിലുള്ള മഴയുണ്ടല്ലോ, പല ഭാവങ്ങളുണ്ടല്ലോ മഴയ്ക്ക്. അപ്പോൾ അത് പെട്ടെന്ന് കൈതപ്പുറം അത് കറക്റ്റാണ്, മഴ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശരിക്കും ആണെങ്കിൽ ഈ ട്യൂണിലേക്ക് എത്തുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെ അവസാനം മഴ വന്ന് അവസാനിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ട്യൂൺ ഉണ്ടായി കഴിഞ്ഞപ്പോൾ, അങ്ങനെ ലിറിക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഞാനത് ചിത്രീകരിക്കുന്നത് മഴയത്താണ് എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഫുള്ളായിട്ട് മഴയത്ത് ചിത്രീകരിക്കാനായിട്ട് തീരുമാനിക്കും. എം ജയചന്ദ്രൻ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സെല്ലുലോയിഡ് ഹിറ്റാവുന്നതിൻ്റെ കാരണങ്ങളിലൊന്നും സാറിൻ്റെ ഒരു മ്യൂസിക് കൂടെയാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 പാട്ടുകൾ അന്ന് ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നു. ഒന്ന് സിതാര പാടിയതാണ്, അത് അതേപോലെ തന്നെ ശ്രീറാം സാർ പാടിയ വൈക്കം വിജയലക്ഷ്മിയും കൂടെ പാടിയ പാട്ടും ഹിറ്റായിരുന്നു. എം ജയചന്ദ്രനെ കുറിച്ച് പറയാം. അതിനു മുമ്പ് പെരുമഴക്കാലം എന്ന് പറയുന്ന സിനിമയുണ്ട്. പെരുമഴക്കാലത്തിൽ എം ജയചന്ദ്രൻ വരുമ്പോൾ എന്നെ സംബന്ധിച്ചോളം ഈ പറയുന്ന മാതിരി വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സിനിമയാണ്. പാട്ടിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, എന്നാൽ അത് വളരെ ക്ലാസിക്കലായിട്ട് അങ്ങനെ ഒരു അവാർഡ് ടൈപ്പ് ചെയ്യണം. അപ്പോൾ പാട്ടുകൾ അവാർഡിനെ അയക്കുമ്പോൾ പാട്ടൊക്കെ ഒരു ചെറിയ പ്രശ്നമാണെന്നൊക്കെയുള്ളൊരു ഇതുണ്ടായിരുന്നു. എനിക്ക് ആദ്യമേ തന്നെ ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഞാനും റസാഖുടി സ്ക്രിപ്റ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പാട്ട് ഒഴിവാക്കിയിട്ട് അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ ഞങ്ങളുടെ മനസ്സിലും. അത് എൻ്റെ ഒരു ദൗർബല്യം കൂടിയാണ്. അങ്ങനെയാണ് എം ജയചന്ദ്രനെ വിളിക്കുന്നു, മ്യൂസിക് ചെയ്യാനായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ കമ്പോസ് ചെയ്ത പാട്ട് എന്ന് പറഞ്ഞാൽ കല്ലായി കടവത്തിൽ നിന്നാണ്. ആ പാട്ട് പെട്ടെന്ന് വളരെ ഈസിയായിട്ട് വന്നത് ബാബുരാജിൻ്റെ സ്റ്റൈലിലുള്ള പാട്ടെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എനിക്കും ഭയങ്കര നൊസ്റ്റാൾജിക്കാണ് ഈ ബാബുരാജിൻ്റെ പാട്ടുകൾ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു രീതിയിലുള്ള പാട്ട് ഞാനൊരു റെഫറൻസ് പാട്ടും അദ്ദേഹത്തോട് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ജയചന്ദ്രൻ ആദ്യം കല്ലായി കടവത്തിൽ എന്നുള്ള പാട്ട് ചെയ്തത്. അത് ജയേട്ടനോട് പാടിയത്, സുജാതയുടെ ജയേട്ടൻ കൂടിയാണ് പാടിയത്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വളരെ കർണാട്ടിക്കായിട്ടുള്ളൊരു പാട്ടാണ് പിന്നെ ചെന്താർമിഴി എന്നുള്ള പാട്ട് ചെയ്യുന്നത്. അപ്പം ഒന്ന് കല്ലായി പുഴയുടെ തീരത്ത് നടക്കണമെങ്കിൽ ഒന്ന് കൽപ്പാത്തി പുഴയുടെ തീരത്ത് നടക്കുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് പാട്ടുകൾ വന്നത്. ഈ 2 പാട്ടുകൾ ആദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ ഇങ്ങനെ യാത്ര പോകുമ്പോഴുള്ളൊരു പാട്ട് വേണമെന്ന് രാക്ലീതൻ എന്നുള്ളത്. അപ്പോൾ റഫീഖിൻ്റെ കാര്യം പറഞ്ഞു. റഫീഖിനെ ശരിക്കും ജയചന്ദ്രനാണ് ആദ്യം എന്നോട് പറയുന്നത്. അപ്പോൾ ഞാൻ റഫീഖിൻ്റെ വന്നിട്ട് കവിതകളൊക്കെ വായിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് എനിക്ക് അത്ര അടുപ്പില്ല അദ്ദേഹമായിട്ട്. അപ്പോൾ റഫീഖിനെ കൊണ്ട് നമുക്ക് എഴുതിക്കാമെന്ന് വിചാരിക്കും. റഫീഖിൻ്റെ ഒരു ഒറിജിനൽ കവിത തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ അത് കുറച്ച് ഗഹനമാണെന്ന് എനിക്ക് തോന്നി, എൻ്റെ ഒരു തോന്നലായിരിക്കാം. അപ്പോൾ ഞാൻ റഫീഖിനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് കുറച്ചും കൂടി ലളിതമായിട്ട് പെട്ടെന്ന് ആൾക്കാർക്ക് പിടിക്കാൻ പറ്റുന്നൊരു, പ്രത്യേകിച്ച് പെരുമഴക്കാലം എന്നാണ് പടത്തിൻ്റെ പേര്, ആ വാക്കുകളൊക്കെ വരുന്നൊരു പാട്ടാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ പെട്ടെന്ന് പുള്ളിക്ക് കത്തി. പുള്ളി പറഞ്ഞ് ഞാൻ നാളെ അയക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളി പാട്ട് എഴുതി അയച്ചാണ്. അതാണ് രാക്ലീതൻ വഴി പറയും ഓവിൻ പെരുമഴക്കാലം.
പിന്നെ ഞങ്ങളതിൻ്റെ ക്യാപ്ഷനായിട്ട് തന്നെ നോവിൻ പെരുമഴക്കാലം എന്ന് പറഞ്ഞിട്ടാണ് അതെ കൊടുത്തിരുന്നത്. അത് ഹരിഹരൻ സാറാണോ ആദ്യം പാടാനിരുന്നത്? അല്ല, ഹരിഹരൻ പാടുന്നുള്ള രീതിയിലാണ് ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത് എല്ലാം റെഡിയാക്കി അതിൻ്റെ ഓർക്കസ്ട്രയും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ട്രാക്ക് പാടിയതാണ് ജയചന്ദ്രൻ, ട്രാക്ക് പാടിയാണ്. ട്രാക്ക് പാടിയാൽ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഞാനിതിങ്ങനെ നമ്മൾ ഈ പാട്ട് വന്നു കഴിഞ്ഞാൽ കേൾക്കുമല്ലോ, കുറേ തവണ ഇങ്ങനെ കേൾക്കും. അങ്ങനെ ഹെഡ്ഫോൺ വെച്ച് കുറേ തവണ ജയചന്ദ്രൻ്റെ ശബ്ദം എനിക്കിങ്ങനെ കേട്ട് ഒരു അഡിക്ഷൻ വന്നുമായിട്ടുണ്ടായി. അപ്പോൾ ജയേന്ദ്രൻ പറഞ്ഞിങ്ങനെ ഹരിഹരൻ വരാൻ ലേറ്റാവും, ഷൂട്ടിങ്ങിന് വേണമെങ്കിൽ ഈ ട്രാക്ക് മതിയെങ്കിൽ അത് ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞു ഷൂട്ടിങ്ങിന് അതിലത് മതി. ഹരിഹരൻ പിന്നെ വരാം. അപ്പോൾ പുള്ളി അവിടെ വിദേശത്ത് എന്തോ ഇതിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഷൂട്ടിങ്ങിന് ഞങ്ങൾ എല്ലാവരും ഈ പാട്ട് ഇങ്ങനെ കേൾക്കുകയാണല്ലോ, ഷോട്ടിന് വേണ്ടിയിട്ടും ഒക്കെ പാട്ടിങ്ങനെ ഇടുമ്പോൾ അതൊരു അഡിക്ഷനായി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ ജയേന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ല ഹരിഹരൻ പാടിയിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് ജയേന്ദ്രൻ്റെ ശബ്ദം തന്നെ പോരെ, നന്നായിട്ടുണ്ടല്ലോ പാട്ട്. പുള്ളിക്കൊരു സംശയമോ എൻ്റെ ശബ്ദം, ഞാനങ്ങനെ നിങ്ങൾ പാട്ടുകാരനല്ലേ പിന്നെ എന്താ കുഴപ്പമൊന്നും. അപ്പോൾ നിങ്ങൾ ഉറപ്പാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉറപ്പാണ്, നിങ്ങൾക്ക് ആ ഒരു ഫീൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒന്നുകൂടി ഒന്ന് നന്നാക്കി പാടാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളി ഓരോ വരികൾ രണ്ടാമത് മാറ്റി പാടിയെന്ന് തോന്നണം. പക്ഷേ എൻ്റെ മനസ്സിൽ ആദ്യം പാടിയത് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ജയേന്ദ്രൻ പാടുന്നതായിട്ട് വിചാരിച്ചതിനേക്കാളും വലിയ ഹിറ്റായി ജയന്തൻ പറഞ്ഞാൽ സിംഗർക്കുള്ള അവാർഡ് കിട്ടി. അങ്ങനെയുള്ള ചില ഇതുകൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് പടത്തിൽ. സെല്ലോട് വന്നപ്പോഴും ജയന്തരനെ ആദ്യം തീരുമാനിച്ചു. ജയന്തനോട് പറഞ്ഞ് 1920കളിൽ നടക്കുന്ന കഥയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞെങ്കിൽ വിഗതകുമാരൻ എന്ന് പറയുന്ന മലയാള സിനിമയുടെ ചരിത്രം തുടങ്ങുന്നത് അതിൽ നിന്നാണ്. ജെ സി ഡാനിയലിൻ്റെ ജീവിതമാണ് ആ സിനിമ. അപ്പോൾ അന്ന് മലയാള സിനിമയിൽ പാട്ടൊന്നുമില്ല. ബാലനാണ് ശബ്ദ സിനിമയിലാണ് പാട്ട് ആദ്യമായിട്ട് വരുന്നത്. വിഗതകുമാരൻ എന്ന് പറയുന്നത് നിശബ്ദ സിനിമയാണ്. അപ്പോൾ ആ കാലത്ത് എന്തായിരിക്കും സംഗീതം എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും അറിയില്ല, കൃത്യമായിട്ട് അറിയില്ല. നമ്മുടെ മുമ്പിലുള്ള റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മല എന്ന് പറഞ്ഞ പടത്തിലെ ഏട്ടൻ വരുന്ന ദിനമേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അന്നത്തെ ആ കാലത്ത് നമുക്ക് കേട്ടിട്ടുള്ളതും പിന്നെ KPSCയുടെ നാടകഗാനങ്ങളൊക്കെയാണ് നമുക്ക് റെഫറൻസ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ് ആ ഒരു മൂഡിലുള്ള പാട്ടുകളൊക്കെയാണ് നമുക്ക് വേണ്ടത്. അതുമാത്രമാണ് ഞാൻ ചന്ദ്രൻ്റെ അടുത്ത് റെഫറൻസ് പറഞ്ഞത്. അങ്ങനെയാണ് ഈ 2 പാട്ടുണ്ടാവും. ഈ ആയുഷ്കാലം പോലൊരു സിനിമ അന്ന് അതൊരു പുതുമയുള്ളൊരു സിനിമയായിരുന്നു. ഇന്നൊരു പക്ഷേ പല പരീക്ഷണങ്ങളും ആ ഏരിയയിൽ നടക്കുന്നുണ്ട്, ആ തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ. ആയുഷ്കാലത്തിൻ്റെ തോട്ട് പ്രോസസ്സ് വരുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആയുഷ്കാലം അന്നത് നമ്മൾ ഈ ഡിഫറെൻ്റ് ജോണറിൽ തന്നെ കണ്ട് ചിലർക്കൊക്കെ പേടിയൊക്കെ തോന്നിയ എന്നാൽ അത് രസകരമായി ആസ്വദിക്കാൻ കഴിയുന്ന ഒരു പടമായിട്ടാണ് അത് കൺസീവ് ചെയ്യുന്ന സമയത്ത് ആശങ്കയുണ്ടായിരുന്നോ ഇതെങ്ങനെ മലയാളി സ്വീകരിക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ച്? ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. നമ്മളെന്ന് വെച്ചാൽ ഒരു ഇംഗ്ലീഷ് കാസറ്റ് കണ്ടപ്പോൾ തോന്നിയായിരുന്നതാണ്. രാജൻ ഗിരിയത്ത് വിനു ഗിരിയത്താണ് എൻ്റെ തിരക്കഥ എഴുതിയത്. അപ്പോൾ എവർഷൈൻ വേണ്ടിയിട്ടുണ്ട്. എവർഷൈൻ മണിയണ്ണനാണ് എൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അദ്ദേഹമാണ് ഈ കാസറ്റ് കൊണ്ട്, അന്നൊക്കെ കാസറ്റാണ്, കാസറ്റ് കൊണ്ടെന്ന് ഞങ്ങൾ വെറുതെ ഇങ്ങനെ കണ്ടതാണ്. അപ്പോൾ അന്ന് ഈ ഗോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് പടം ഭയങ്കര ഹിറ്റായിരിക്കുന്ന സമയമാണ്. ഗോസ്റ്റിനെ കുറിച്ചുള്ള ഒരു സിനിമ. അത് അവർ ഗ്രാഫിക്സൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിലൊന്നും ഗ്രാഫിക്സ് ഒന്നും വന്നിട്ടില്ല. നമ്മളെ ഇന്ത്യൻ ഇവിടെ ഒന്നും അങ്ങനെ ഗ്രാഫിക്സ് ഇല്ല. അപ്പോൾ നമുക്ക് അതും മനസ്സിൽ കിടക്കുന്നുണ്ട്, ഗോസ്റ്റും കിടക്കുന്നുണ്ട്. ഞങ്ങൾ കണ്ട ഇംഗ്ലീഷ് പടം അതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഹാർട്ട് കണ്ടീഷൻ എന്നാണ് ആ പടത്തിൻ്റെ പേര്. അപ്പോൾ അതിൽ വെച്ചാൽ ഹൃദയം മാറ്റി വെച്ചിട്ട് ഉള്ള ഒരാൾ ഉണ്ടാകുന്ന വിഭ്രാന്തികളാണ് ആ സിനിമ എന്ന് പറഞ്ഞാൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹൃദയം സ്വീകരിച്ചിട്ടുണ്ട്, ഒരാൾ ഹൃദയം സ്വീകരിച്ചു, ആ മരിച്ചു അയാളെ ഇയാൾക്ക് കാണണമാതിരി തോന്നുകയും അയാളുടെ വീട് അന്വേഷിച്ച് പോകുന്നു. അയാൾ പരിചയമൊന്നുമില്ല, പക്ഷേ ഇയാളെ കാണണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു യാത്രയൊക്കെയാണ് ഈ ഹാർട്ട് കണ്ടീഷൻ. അതിനകത്ത് കുറേ ഹ്യൂമറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഹുക്ക് ചെയ്തു. കാരണം വെച്ചാൽ ഹൃദയം മാറ്റി വെച്ചു. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഹാർട്ട് ശസ്ത്രക്രിയ നടന്നിട്ടില്ല ആ സമയത്ത്. ഇന്ത്യയിൽ മാത്രം 1-2 നടന്നിട്ടുള്ളൂ. അതും ഒരാളെന്തോ 3 മാസമായിട്ട് ജീവിച്ചു, എന്നിട്ട് മരിച്ചുപോയി. അതാണ് ഹിസ്റ്ററി ഉള്ളത്. പക്ഷേ വിദേശത്ത് ചില ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ട്, അതൊക്കെയാണ് നമുക്കറിയാവുന്നത്. അപ്പോൾ അതായിരുന്നു അന്നത്തെ ഒരു പുതിയ കാര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പടം തുടങ്ങുമ്പോൾ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു, കംപ്ലീറ്റ് ഡീറ്റെയിൽ എഴുതി കാണിക്കും. ഇത് ആദ്യമായിട്ട് ഹാർട്ട് ശസ്ത്രക്രിയ നടന്നു, ലോകത്ത് നടന്നു, അതിനുശേഷം ഇന്ത്യയിൽ നടന്നു എന്നൊക്കെയുള്ള ഡീറ്റെയിൽ നമ്മൾ എഴുതി കാണിച്ചിട്ടാണ് ആ സിനിമ തുടങ്ങുന്നത്. എന്നാൽ പോലും ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഹൃദയം മാറ്റി വെച്ചാൽ ഇയാൾക്ക് കാണാൻ പറ്റുന്നു എന്ന് പറയുന്നതാണ് സംഭവം. പിന്നെ നമ്മളതിന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമറസ് ആയിട്ടാണ് പിടിച്ചത്. അതിൻ്റെ തമാശ മുകേഷും ജയറാമും തമ്മിൽ, മുകേഷ് ജയറാമിൻ്റെ ഹൃദയം സ്വീകരിച്ചിട്ടാണുള്ളത്. അവിടെ നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രേതത്തെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ പല പല പ്രേതങ്ങളെ കാണുന്നുണ്ട്. മറ്റേ ഇപ്പോൾ ജയറാമും മുകേഷും തമ്മിൽ കാണാൻ പറ്റും. മുകേഷിന് പക്ഷേ മറ്റു പ്രേതങ്ങളെ കാണാൻ പറ്റും. പക്ഷേ ജയറാമിനും മറ്റു പ്രേതങ്ങളൊക്കെ കാണാം. അപ്പോൾ അതിൻ്റെ അത് ഇന്നസെൻറ്റ് പ്രേതമായിട്ടാണ്, ശങ്കരാടിച്ചേട്ടൻ പ്രേതമായിട്ടാണ്. ഇവരൊന്നും റിയലായിട്ടില്ല ക്യാരക്ടേഴ്സ്, പ്രേതങ്ങളായിട്ട് തന്നെയാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ജയറാമിന് കാണാം. അപ്പോൾ അതിൻ്റെയൊക്കെ തമാശകളൊക്കെയാണ് നമ്മൾ ആ സിനിമയിൽ പ്രധാനമായിട്ട് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഒപ്പം ഞങ്ങൾക്കുണ്ടായിരുന്നൊരു പ്രശ്നം, ഈ പ്രേതത്തിന് നിഴലുണ്ടാവുക. പടം റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു വലിയ വിമർശനം വന്നതായിരുന്നു. കാരണം ജയറാമിന് പല സീനിലും നിഴല് കാണുന്നുണ്ട്. അപ്പോൾ ഈ സൺലൈറ്റിൽ വരുമ്പോൾ നിഴലുണ്ടാവുമല്ലോ, നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഈ ഇൻഡോറൊക്കെ ആണെങ്കിൽ നൈറ്റിലൊക്കെ ഉള്ള സീൻസ് ആണെങ്കിൽ പലപ്പോഴും പ്രേതങ്ങൾ അങ്ങനെയുള്ള വരും.
അപ്പോൾ നമുക്ക് ലൈറ്റൊക്കെ കട്ട് ചെയ്ത് നമുക്ക് നിഴലില്ലാണ്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഞങ്ങളിപ്പോൾ എല്ലാ സീനിലും ഡേ ലൈറ്റിൽ ഒരുപാട് സീനുള്ളപ്പോൾ ഞങ്ങളെങ്ങനെ നിഴൽ കട്ട് ചെയ്യും? ഇന്നാണെങ്കിൽ നമുക്ക് ഗ്രാഫിക്സിൽ ഈസി ആയിട്ട് അത് എറേസ് ചെയ്യാം, അന്നത് പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങളിത് ക്യാമറാമാൻ ഇങ്ങനെ പറയണ്ടായിരുന്നു, സാലു ജോർജാണ് എൻ്റെ ക്യാമറ. സാലു പറഞ്ഞിട്ട് നിഴലിങ്ങനെ കാണുന്നുണ്ട്, ഞാൻ വിട്ടേക്കാം, അത് കുഴപ്പമില്ല. പടം ഇറങ്ങി കഴിഞ്ഞപ്പോൾ അതൊരു വിമർശനമായിട്ട് വന്നു. വിമർശനം സഹിക്കുകയും ഉണ്ടായപ്പോൾ എന്നോട് പലരും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പ്രായത്തിന് നിഴലുണ്ട്, നിങ്ങളാരെങ്കിലും പ്രായത്തിനെ കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ലല്ലോ, ഞങ്ങളുടെ പ്രായത്തിന് നിഴലുണ്ട് എന്ന് പറഞ്ഞ് തടി തപ്പി, അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. എന്നായിരുന്നു നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞ, ഒരുപക്ഷെ വേണമെങ്കിൽ പറയാം, ഇപ്പോൾ പലരും പറയുന്നുണ്ട് അത് കാലത്തിന് മുമ്പേ വന്നൊരു സിനിമയാണ്, ഇന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് അത് ഷൂട്ട് ചെയ്യാനും പറ്റും, അതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നൊക്കെ തോന്നുന്നു. അങ്ങനെ ചില സിനിമകൾ കാലത്തിന് മുമ്പേ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലെ മൗനം സ്വരമായി അത് ഔസേപ്പച്ചൻ്റെ നല്ല നല്ല പാട്ടാണ്. അതേപോലെ ഈ ജോൺസൺ മാഷിൻ്റെ പാട്ടുകൾ നമുക്ക് ഒഴിവാക്കി നടത്താൻ പറ്റില്ല. ജോൺസൺ മാഷിനെയും കൂടെ ഓർത്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. പെരുവണ്ടാമത്തെ വിശേഷങ്ങളിലാണ് പാട്ട് ആദ്യം ചെയ്യുന്നത്. അതിനുമുമ്പ് മെഴുന്നീർപ്പോൾ എന്ന് പറഞ്ഞ ഫസ്റ്റ് പടത്തിൻ്റെ RR ചെയ്തത് ജോൺസണാണ്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധമുണ്ട്. എനിക്ക് അതിനു മുമ്പ് തന്നെ ഭരതേട്ടൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ജോൺസണായിട്ട് അറിയാം, നല്ല അടുപ്പുണ്ട്. ചെന്നൈയിൽ വെച്ചിട്ട് എപ്പോഴും കാണുന്നു, വ്യക്തിപരമായിട്ട് നല്ല ബന്ധങ്ങളുണ്ട്. പക്ഷെ പടങ്ങൾ പിന്നീട് ചെയ്യുന്നത് പെരുവണ്ടാമത്തെ വിശേഷങ്ങൾ, പ്രാദേശിക വാർത്തകൾ, പാവമ്പാവൻ രാജകുമാരിലെ പാട്ടുകൾ ഭയങ്കര കണ്ണാടി കയ്യിൽ നിന്നുള്ള പാട്ടും, പിന്നെ പാതിമയും പറഞ്ഞത്, പിന്നെ കുറേ പടങ്ങൾ ചെയ്തു. പാവമ്പാവൻ രാജകുമാരൻ കഴിഞ്ഞിട്ട് ശുഭയാത്ര ചെയ്തു, ഇപ്പോഴും കിടന്നില്ല, എല്ലാ പാട്ടുകളും ഹിറ്റാണ്. കുറേ പാട്ടുകൾ ജോൺസൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുമായിട്ടും നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നുള്ളതാണ്. ഇന്നും ജോൺസൺ ആലോചിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ജോൺസനെ എനിക്ക് തോന്നുന്നത് മരിച്ചതിന് ശേഷമാണ് ജോൺസൻ്റെ പാട്ടുകളെ കുറിച്ച് കൂടുതൽ ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോഴും പുതിയ തലമുറയൊക്കെ ജോൺസൻ്റെ പാട്ടുകളെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നു. ചില ആൾക്കാരുടെ നഷ്ടമാണ് നമ്മളെ, അവരുടെ വില നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ പോലും അങ്ങനെ എന്താ പറയുക, ജോൺസൺ മാഷെ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട്. പക്ഷേ വിദ്യാസാഗറിനെയും ഔസേപ്പച്ചനെയൊക്കെ ഉപയോഗിച്ച പോലെ ഞാൻ ജോൺസനെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. കാരണം ജോൺസൺ നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളതാണ് നമ്മളൊക്കെ ധാരണ. പല സിനിമയിലും RR ജോൺസൺ ചെയ്തിട്ടുണ്ട്. പാട്ട് ചെയ്യാത്ത പടങ്ങളിൽ തന്നെ RR ജോൺസൺ ചെയ്തിട്ടുണ്ട്. കൈക്കുടന്നില പോലുള്ള സിനിമകളിലൊക്കെ RR ചെയ്ത ജോൺസണാണ്. അപ്പോൾ അങ്ങനെ ഒരു നല്ല ബന്ധം അദ്ദേഹമായിട്ടുണ്ടായിരുന്നു. ഈ സാറിൻ്റെ ഒരു 48 സിനിമകൾ, 46 മലയാളം സിനിമകൾ, ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? അല്ല, അങ്ങനെ ഒരു സിനിമയായിട്ട് എനിക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഞാൻ 4-5 സിനിമ എപ്പോഴും പറയാറുണ്ട്. അതിൽ ഓഫ് കോഴ്സ് മധുരോപരക്കാരി ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഗസൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, പിന്നെ സെല്ലുലോയിഡ് എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണ്. കാരണം മലയാള സിനിമയിൽ ജെ.സി. ഡാനിയലിനെ ഒരുപക്ഷെ ആർക്കും അറിയില്ലായിരുന്നു. ജെ.സി. ഡാനിയൽ അവാർഡ് എന്ന് കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്ക് പോലും ജെ.സി. ഡാനിയൽ ആരാണ്, അദ്ദേഹത്തിൻ്റെ പ്രസക്തി എന്താണ്, പിന്നെ അറിയാവുന്നവർക്ക് എന്ന് വെച്ചാൽ ആദ്യത്തെ മലയാള സിനിമ ഉണ്ടാക്കിയ വിഗതകുമാരൻ ഉണ്ടാക്കിയ ഒരു സംവിധായകൻ, നിർമ്മാതാവ് എന്നുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം വന്ന് ആ സിനിമയിലൂടെ വലിയൊരു വിപ്ലവം തന്നെ ഉണ്ടാക്കിയല്ല. ഒരു ദളിത് പെൺകുട്ടി അഭിനയിപ്പിച്ചു അല്ലേ, ഒരു സോഷ്യൽ ഡ്രാമ. അതിനു മുമ്പ് ഇന്ത്യൻ സിനിമയിൽ തന്നെ പുരാണ കഥകൾ മാത്രമേ സിനിമയായിട്ടുള്ളൂ. ഈ നിശബ്ദ സിനിമയിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു സോഷ്യൽ ഡ്രാമ സിനിമയാവുന്നത് ഈ വിഗതകുമാരൻ്റെ കഥയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഉണ്ട്. പിന്നെ ഒരു സിനിമ ചെയ്തതിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം ദുരന്തമായി പോയതാണ് അതെ. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുകൊണ്ടാണ് സെല്ലിനോട് ഞാൻ ആ ഒരു ഇതിൽ പറയുന്നത്. പിന്നെ കാക്കോത്തിക്കാവിലെ പൂമുത്താടികൾ, അങ്ങനെ കുറേ സിനിമകൾ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന സിനിമകളുണ്ട്. അതിൽ കുറേ ഫോക്കസ് ടൈപ്പ് പാട്ടുകളുണ്ടായിരുന്നു കാക്കോത്തിക്കാവിലെ പൂമുത്താടികൾ. രവി ബോംബെയെ കുറിച്ച് പറയാൻ വിട്ടു, ഗസൽ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ബോംബെ രവിയെ കുറിച്ച്. അതെ, അയ്യോ എനിക്കത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. അദ്ദേഹം ലെജൻഡാണല്ലോ അദ്ദേഹം. അപ്പോൾ യൂസഫ് അലിയാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. യൂസഫ് അലിക്ക് നേരത്തെ അദ്ദേഹമായിട്ട് പാട്ടുകൾ ചെയ്തിട്ടുള്ള പരിചയമുള്ളതുകൊണ്ട് തന്നെ ആദ്യം നൗഷാദിനെയാണ് ഉദ്ദേശിച്ചിരുന്നത്. അദ്ദേഹമായിട്ട് സംസാരിക്കുകയും ചെയ്തതാണ്. പക്ഷേ അദ്ദേഹത്തിന് ശാരീരികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്ന സമയം വരുന്നത്. അപ്പോൾ യാത്ര ചെയ്യാനൊക്കെ പറ്റില്ല, അതുകൊണ്ട് തന്നെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഒഴിഞ്ഞു മാറിയത്. അങ്ങനെയാണ് ബോംബെ രവിയിലേക്ക് പോകുന്നത്. ചെന്നൈയിലായിരുന്നു അതിൻ്റെ കമ്പോസിംഗ് ഒക്കെ. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. ബോംബെ രവിയുടെ കൂടെ കുറേ ദിവസങ്ങൾ ചിലവഴിച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതേപോലെ തന്നെയാണ്, പാട്ട് എഴുതിയിട്ട് മാത്രം ട്യൂൺ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ യൂസഫ് അലിക്ക് പാട്ട് എഴുതിയിട്ട് അത് അദ്ദേഹം ഹിന്ദിയിലേക്ക് എഴുതും. മലയാളം വാക്കുകൾ തന്നെ ഹിന്ദിയിൽ എഴുതിയിട്ട് അത് അദ്ദേഹം ബൈഹാർട്ട് ചെയ്യും. ഞാനത് അത്ഭുതപ്പെട്ടത്. കാരണം വെച്ചാൽ മറ്റുള്ള ആൾക്കാർ വെറുതെ നോക്കി വേണം, പക്ഷേ പുള്ളി അതല്ല, ബൈഹാർട്ട് ചെയ്തിട്ടാണ് ട്യൂൺ ചെയ്യുന്നത്. അപ്പോൾ ട്യൂണ് വന്നു കഴിയുമ്പോൾ പുള്ളി ബുക്കൊന്നും നോക്കിയിട്ട് എല്ലാം ലിറിക്ക് പാടുന്നത്, അദ്ദേഹം കാണാതെ പാടുകളാണ്. അത്രമാത്രം അത് ഉള്ളിലേക്ക് എടുക്കാമെന്ന് പറയില്ല നമുക്ക്. അങ്ങനെയുള്ള ഒരാളായിരുന്നു ബോംബെ രവി. ഒരു സ്വാത്വികനായിട്ടുള്ളൊരു മനുഷ്യനാണ്. അത് അദ്ദേഹം കമ്പോസിങ്ങിന് വന്നു കഴിഞ്ഞാൽ വേറെ ഒരു ചിന്തയില്ല, പാട്ട് തന്നെ അതിൻ്റെ ഒരു RR ചെയ്യുന്ന സമയത്തും അങ്ങനെ തന്നെ. അദ്ദേഹം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. പക്ഷേ
അദ്ദേഹം വേറൊരു തലത്തിൽ നിന്നിട്ടാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. അടുത്ത സിനിമ എപ്പോഴായിരിക്കും സംഭവിക്കുക? പ്ലാൻ ചെയ്തിട്ടില്ല, ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-3 സബ്ജക്റ്റുകൾ മനസ്സിലുണ്ട്. പഴയ പോലെ അല്ലല്ലോ നമുക്കൊക്കെ. പിന്നെ ഓരോ സിനിമകളും ഓരോ വെല്ലുവിളിയാണ്. അന്നും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അന്ന് നമുക്കൊന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് പടം എന്നുള്ളത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് 2 പ്രശ്നം കൊണ്ടാണ്. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കാലത്ത് എന്താണ് നമുക്ക് പറയേണ്ടത് കഥകളെന്ന് നമുക്കറിയില്ല. അതൊരു പരിമിതിയാണ്, നമ്മുടെയൊക്കെ പരിമിതിയാണ്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഒപ്പം നമ്മളിപ്പോൾ ഒരു കഥയൊക്കെ മനസ്സിലാലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പ് ആ സിനിമ സംഭവിക്കാനായിട്ട് അധികം സമയം എടുക്കാറില്ലായിരുന്നു. താരങ്ങളെയൊക്കെ പെട്ടെന്ന് കിട്ടുമായിരുന്നു, നമ്മൾ ഉദ്ദേശിക്കുന്ന ആർട്ടിസ്റ്റുകളെ. ഇന്നിപ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് കഥ പറയണം, ആർട്ടിസ്റ്റിൻ്റെ സൗകര്യം, അദ്ദേഹത്തിന് കഥ ഇഷ്ടപ്പെടണം. അന്ന് അങ്ങനെ ഇല്ലായിരുന്നു. കാരണം വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആർട്ടിസ്റ്റുകൾക്കും കഥ ഇഷ്ടമായിരുന്നു. ആ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടായിരുന്നു. ഇപ്പം അതില്ല. കാരണം അവരുടെ മനസ്സിൽ വേറൊരു കഥാസങ്കല്പങ്ങളായിരിക്കാം ഇപ്പോഴത്തെ താരങ്ങളൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഒരു കഥ ആദ്യം അവരുടെ അടുത്ത് നിന്ന് പറയാമെന്ന് പറഞ്ഞത് ഒരു വലിയ ഭാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പരിമിതി ഭയങ്കരമായിട്ടുണ്ട് ഇപ്പോൾ ഏതുതരം സിനിമ എന്നുള്ളത് ആലോചിക്കുമ്പോൾ. ഈ ചില സമയം ആലോചിക്കുമ്പോൾ ചില പൊളിറ്റിക്സുകൾ കൂടെ ചേർത്തിട്ട് നമുക്ക് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ടായിരുന്നു എന്ന് തോന്നും. സിനിമയിൽ കലാകാരന് അത്തരത്തിലുള്ള ചില ബാധ്യതകളൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് ചോദിക്കുക, ആ സമയത്ത് എന്തെങ്കിലും റിഗ്രറ്റ് തോന്നുമോ? ഇന്ന സമയത്ത് നമ്മൾ ഇതും കൂടെ പറഞ്ഞു പോകാമായിരുന്നു ഈ സിനിമയിൽ എന്നൊക്കെ? അങ്ങനെ പല സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അത് സ്പെസിഫിക്കായിട്ട് ഞാൻ പറയുന്നില്ല. പല സിനിമയിലും എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്, ഞാനത് അങ്ങനെ സമീപിക്കണമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ജനാധിപത്യത്തിനും മതേതരത്തിനും വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ചെയ്യേണ്ടതല്ലേ എന്നുള്ള ഒരു ടെൻഷൻ എനിക്ക് എപ്പോഴും ഉണ്ട്. പക്ഷേ നമുക്കതിനെ സമീപിക്കാനായിട്ട് ഭയം തോന്നുന്ന ഒരു അവസ്ഥ എന്നെപ്പോലുള്ള സംവിധായകർക്കുണ്ടെന്നുള്ളതാണ് സത്യം. ഇപ്പം 92-ന് ശേഷം മണിരത്നം ബോംബെ ആയിട്ട് വന്നു. പലപ്പോഴും പുള്ളി രാഷ്ട്രീയം പറയാറുണ്ട്. അത്തരത്തിലൊക്കെ സിനിമകൾ കാണുമ്പോൾ പ്രചോദനം ആവാറുണ്ടോ? അല്ല, അന്നൊക്കെ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പല കഥകളൊക്കെ ആലോചിക്കുകയും അന്ന് പല ഘടകങ്ങൾ നമ്മൾ അതിൽ നിന്ന് പിൻവലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ പ്രത്യേകിച്ചും അന്നത്തെ മലയാള സിനിമയുടെ ഒരു ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു വലിയ ക്യാൻവാസിൽ കഥ പറയാൻ പറ്റില്ല എന്നുള്ളത് പേടിച്ചിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് അങ്ങനത്തെ സിനിമ ചെയ്യണം അനിവാര്യമാണെന്ന് തോന്നുമ്പോൾ ഇപ്പം നമ്മളെ ഭയപ്പെടുത്തുന്ന ചില ഏരിയകളുണ്ട്. അതിൻ്റെ പേര് പോലും അതിനൊരു തടസ്സമാണെന്ന് തോന്നുന്ന ഒരവസ്ഥയുണ്ട്. അതൊരു സത്യമാണല്ലോ. ആ റിയാലിറ്റിയെ നമ്മൾ തിരിച്ചറിഞ്ഞല്ലേ പറ്റും. ഒന്നുകൂടെ ഉള്ളത്, ഞാൻ കുറേ പാട്ടുകളുടെ ഇഷ്ടമൊക്കെ പറഞ്ഞു. ഇപ്പോൾ യേശുദാസ് തന്നെ 25 പാട്ടുകൾ എടുത്തപ്പോൾ ഒരു നറു പുഷ്പമായി എന്നേർക്ക് നീളുന്ന ആ പാട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സാറ് പാട്ടുകൾ സെലക്ട് ചെയ്താൽ ഏതായിരിക്കും? ഇങ്ങനെ ക്രമത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ എങ്കിലും നമ്മൾ അങ്ങനെ ഒരു കുസൃതിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താൽ ഏതൊക്കെയായിരിക്കും സെലക്ട് ചെയ്യുക? ഒന്ന് പാതിരാമഴയത് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒന്ന് കാറ്റേ എനിക്കറിയില്ല, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നൊരു പാട്ടാണ്. രവീന്ദ്ര മാഷ പാട്ടുണ്ടല്ലോ, ഏതോ നിദ്രതൻ പൊന്മയിൽ പീലിയിൽ എന്നുള്ള പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കുറേ പാട്ടുകളുണ്ട്. എല്ലാ പാട്ടുകളും ഇഷ്ടമാണെന്നുള്ളതാണ് സത്യം. ഏതായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ നന്ദിയുണ്ട് സാർ. താങ്ക് യു.